റോഡ് ഡ്രൈവും ബാർബിക്യൂവും ക്യാമ്പിങ്ങും ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം ലവ് ലേക്ക്, ദുബായ്. മരുഭൂമികൾ വെറും മരുഭൂമികൾ മാത്രമല്ല, പച്ചപ്പും തണ്ണീർ തടാകങ്ങളും കൊണ്ട് മരുഭൂമികളെ മാറ്റി തീർക്കുകയാണ് ദുബായ്. ലവ് ലേക്ക് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത്. ഫാമിലിയോടൊപ്പവും ഫ്രണ്ട്സിന്റെ കൂടെയും വീക്കെൻഡ് ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷനാണ് ദുബായ് ലവ് ലേക്ക്. അവധി ദിവസമായിരുന്നതിനാൽ സഞ്ചാരികളുടെ തിരക്ക് മൂലം അടിപൊളിയായി ഈ ട്രിപ്പ്. ഈ ലവ് ലേക്കിന്റെ ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ് ഈ തടികളുടെ കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ കവാടം നിർമ്മിച്ചിരിക്കുന്നത്. സന്ധ്യാസമയത്ത്, സൂര്യാസ്തമയ സമയത്ത് ഇത് ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ആർക്കിന്റെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുക എന്നുള്ള ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങകലെ ആ കാണുന്നത് അത്രയും കിലോമീറ്റർ വിസ്തൃതിയിൽ ആ പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ ഏരിയയും ലവ് ലേക്കിന്റെ ഭാഗം തന്നെയാണ്. ഇതുകൊണ്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാഷ് ബേസിനൊക്കെ പൂർണ്ണമായിട്ടും തടിയിൽ ഡിസൈൻ ചെയ്ത ഒറിജിനൽ തടിയാണ്. ഒറിജിനൽ ഒരു മരത്തിന്റെ ശിഖരങ്ങളിൽ സൃഷ്ടിച്ച ഒരു കലാവിരുത. കണ്ടില്ലേ, മുഴുവൻ സ്നേഹത്തെ ആസ്പദമാക്കിയുള്ള സംഭവങ്ങൾ തന്നെയാണ്. പൊതുവെ ശാന്തസുന്ദരമായ അന്തരീക്ഷമുള്ള ഈ സ്ഥലം നഗരത്തിരക്കുകളിൽ നിന്നും ഒരുപാട് മാറി മരുഭൂമിക്ക് നടുവിലായാണ് ഈ മനോഹര മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതുകൊണ്ടോ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ലവ്. ഈ ലേക്കിന്റെ തടാകത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കുറെ ലവിന്റെ ആ ഒരു ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കുറെ മീൻ കൂട്ടങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അയല, മത്തി, ആവോലി, ചെമ്പല്ലി, ശീലാവതി, വാറ്റ, പരൽ, കിളി, നത്തോലി, ചൂര, ചാള, പാമ്പാട, ചെമ്മീൻ, സ്രാവ്, കൊഞ്ച്, മഞ്ച്, നെഞ്ച്, അയലപ്പുഴു, അയക്കൂറ, പറവ, ശീലവ്, വരാൽ, കോരൻ, കാരി, കൂരി, കണമ്പ്, കണവ, പൂമീൻ, കുറിച്ചി, പള്ളത്തി, നവര, ഉണ്ണിമേരി, ഞണ്ട്, തേണ്ടി. പടവെടിച്ച് പന്ത്രത്തി എന്നപ്പോൾ അവിടെ പന്തളംപാറിൻ്റെ ഗാനമേളയും ഡാൻസും എന്ന് പറഞ്ഞ പോലെ ഇത് കുറേ പാകിസ്ഥാനി ഡാൻസേഴ്സും സിംഗേഴ്സുമാണ്. അവരുടെ പ്രൊഫഷണൽ നൃത്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തുള്ള അതോ ടെന്റ് കത്തുന്നതാണെന്ന് കരുതി ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് കരുതി ചെല്ലുമ്പോഴാണ് രണ്ടുമൂന്ന് പാകിസ്ഥാനികളിരുന്ന് ബാർബിക്യൂ തയ്യാറാക്കുന്നതാണ്. ഈ ബീഫിലും ചിക്കനിലും ഒക്കെ മസാല പുരട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ചാർക്കോള് പ്രത്യേകം തയ്യാറാക്കി അടുപ്പിൽ കരിയിൽ ചുട്ടെടുത്ത ബാർബിക്യൂ. സ്ഥിരം മലയാളികളുടെ ഒരു ഫോർമാറ്റിൽ രണ്ടുമൂന്ന് തവണ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവസാനം ഒരു പീസ് എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മേഖലയിൽ ഒരു മരുഭൂമിക്ക് നടുവിലായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശത്താണ് ലവ് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. 24 hours ലവ് ലേക്ക് ഓപ്പൺ ആയിരിക്കും. ഫ്രീ എൻട്രിയാണ്. പ്രത്യേക ക്യാഷുകളോ പാസുകളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഈ ലവ് ലേക്കിനുള്ളിലെ പ്രത്യേകത എല്ലാ നിർമ്മിതികളും തടിയിൽ ആണ്, പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അതേപോലെ തന്നെയുള്ള ഒരു വസ്തുക്കൾ കൊണ്ടാണ് ഇതിൻ്റെ പൂർണ്ണമായ നിർമ്മിതി. കോൺക്രീറ്റോ മറ്റ് മെറ്റൽ പരമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ് പ്രത്യേക ഒരു. ചുറ്റും മരങ്ങളും പൂക്കളും കിളികളുടെ ആരവങ്ങളും നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഒക്കെയായി ഈ സ്ഥലം സഞ്ചാരികളുടെ പ്രിയ ക്യാമ്പിംഗ് സൈറ്റ് കൂടിയാണ്.